നമസ്കാരം. ഇന്ത്യക്കെതിരെ വൻ നീക്കവുമായി ഡൊണാൾഡ് ട്രംപ്. അധിക തീരുവ 50%. അധിക താരിഫ് ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയ്ക്ക് എത്രത്തോളം വെല്ലുവിളിയാകും? ഇത് ഇന്ത്യയെ എങ്ങനെ ബാധിക്കും? സമഗ്രമായി നോക്കാം. ടോപ് 10ലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയിൽ ഇന്ത്യക്കെതിരെ കടുത്ത നിലപാടുമായി അമേരിക്ക. അധിക തീരുവ 50%. US തീരുമാനം ദൗർഭാഗ്യകരമെന്നും നീതീകരണമില്ലെന്നും ഇന്ത്യ. ഉച്ചകോടികളിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി ഈ മാസം 30-ന് ജപ്പാനും 31-ന് ചൈനയും സന്ദർശിക്കും. ഉത്തരാഖണ്ഡിലെ മിന്നൽ പ്രളയത്തിൽ രക്ഷാപ്രവർത്തനം ദുഷ്കരം. വെല്ലുവിളിയായി കനത്ത മഴയും മണ്ണിടിച്ചിലും. 100-ലേറെ പേർ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതായി റിപ്പോർട്ട്. 28-അംഗ മലയാളി തീർത്ഥാടക സംഘം സുരക്ഷിതർ. കാലാവസ്ഥ അനുകൂലമായാൽ തിരിച്ചെത്തിക്കാനുള്ള നടപടി തുടങ്ങുമെന്ന് ഉത്തരാഖണ്ഡ് സർക്കാർ. ഡിജിറ്റൽ സർവകലാശാല നിയമ ഭേദഗതിക്കായി ഓർഡിനൻസ് ഇറക്കാൻ സർക്കാർ. VC നിയമന വ്യവസ്ഥകൾ ഉൾപ്പെടെ ഭേദഗതി ചെയ്യും. മെഡിസെപ്പിന്റെ 2ാം ഘട്ടത്തിനും മന്ത്രിസഭയുടെ അംഗീകാരം. ഇൻഷുറൻസ് പരിരക്ഷ 3 ലക്ഷത്തിൽ നിന്ന് 5 ലക്ഷമായി ഉയർത്തി. ജോലിക്ക് ഹാജരാകാത്ത 51 ഡോക്ടർമാരെ പിരിച്ചുവിട്ട ആരോഗ്യവകുപ്പ്. താരസംഘടനയായ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന നടി ശ്വേതാ മേനോനെതിരെ അശ്ലീല ചിത്രങ്ങളിൽ അഭിനയിച്ച് പണം സമ്പാദിച്ചെന്ന കേസ്. നടപടി എറണാകുളം CJM കോടതിയുടെ നിർദ്ദേശപ്രകാരം. സെൻസർ ബോർഡ് അംഗീകരിച്ച പഴയകാല ചിത്രങ്ങളിൽ അഭിനയിച്ച നടിക്കെതിരെയുള്ള പരാതി. സംഘടനയുടെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടെന്ന് വിമർശനം. കുടിവെള്ളമില്ലാതെ വലഞ്ഞ് കൊച്ചി താന്തോണി തുരുത്തിലെ കുടുംബങ്ങൾ. ജലവിതരണ പൈപ്പിലെ തകരാറുകളാണ് വെള്ളം കുടിമുട്ടാൻ കാരണമെന്ന് നാട്ടുകാർ. മറുകരയിൽ നിന്ന് കുടിവെള്ളം എത്തിക്കുന്നത് വഞ്ചികളിൽ. പരിഹാരമുണ്ടാകുന്നതുവരെ ടാങ്കറിൽ വെള്ളമെത്തിക്കാമെന്ന് വാട്ടർ അതോറിറ്റി. ടോപ് 10 സ്പെഷ്യൽ. ഫിലിം കോൺക്ലേവിലെ പരാമർശത്തിൽ അടൂർ ഗോപാലകൃഷ്ണനെതിരെ കേസെടുക്കാൻ കഴിയില്ലെന്ന് നിയമോപദേശം. SC/ST വിഭാഗങ്ങൾക്കെതിരെ പരാമർശമില്ല. അടൂരിനെതിരെ പരാതിയുമായി വനിതാ സംഘടനകൾ. വിളിച്ചുവരുത്തി വിശദീകരണം തേടണമെന്ന ആവശ്യം. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ ഭവന നിർമ്മാണത്തിനായി വാങ്ങിയത് തോട്ടം ഭൂമിയല്ലെന്ന മുസ്ലിം ലീഗിന്റെ അവകാശവാദം പൊളിഞ്ഞു. വിൽപ്പന നടത്തിയത് തോട്ടം ഭൂമിയാണെന്ന് വ്യക്തമാക്കി ഭൂവുടമകൾ. ലാൻഡ് ബോർഡിന് മറുപടി നൽകി. ഭൂമി തരം മാറ്റിയത് ലീഗ് നേതൃത്വമെന്നും പരാതി. ISL പ്രതിസന്ധിക്ക് പിന്നാലെ കേരള ബ്ലാസ്റ്റേഴ്സിലും സാലറി കട്ട്. 30 മുതൽ 50% വരെ പ്രതിഫലം കുറയും. ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെ 8 ക്ലബ്ബുകളുമായി അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ നാളെ ചർച്ച നടത്തും. തൃശൂർ പാലിയേക്കരയിലെ ടോൾ പിരിവ് 4 ആഴ്ചത്തേക്ക് തടഞ്ഞു ഹൈക്കോടതി. കോടതി ഇടപെടൽ. ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിലെ ഗതാഗതക്കുരുക്ക് കണക്കിലെടുത്ത് ഗതാഗതം സുഗമമാക്കിയ ശേഷം മതി ടോൾ പിരിവെന്ന് കോടതി. ടോൾ പിരിവ് നിർത്തിവെച്ചു. സ്റ്റോറി ഓഫ് ദി ഡേ. വെല്ലുവിളികളില്ല, ഗോപികൃഷ്ണൻ താരമായി. ഇന്ത്യക്കെതിരെ നിർണായക നീക്കവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. 25% അധിക തീരുവ കൂടി ചുമത്തി. ഇതോടെ ഇന്ത്യക്കുള്ള അമേരിക്കൻ താരിഫ് 50%. ഉത്തരവിൽ ട്രംപ് ഒപ്പുവെച്ചു. ഉത്തരവ് പുറത്തിറങ്ങി 21 ദിവസത്തിന് ശേഷം തീരുവ പ്രാബല്യത്തിൽ വരും. റഷ്യയിൽ നിന്ന് വൻതോതിൽ ഇന്ത്യ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്തതാണ് അമേരിക്കയെ ചൊടിപ്പിച്ചത്. ഇതുവഴി റഷ്യയെ ഇന്ത്യ സഹായിക്കുന്നുവെന്നാണ് ട്രംപിന്റെ ആരോപണം. അമേരിക്കയുടെ നടപടിക്ക് നീതീകരണമില്ലെന്നും രാജ്യതാൽപര്യം സംരക്ഷിക്കുമെന്നും കേന്ദ്ര സർക്കാർ പ്രതികരിച്ചു. കഴിഞ്ഞ ജൂലൈ 30-നാണ് ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് കയറ്റി അയക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് 25% തീരുവ ചുമത്തിക്കൊണ്ടുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യ പ്രഖ്യാപനമുണ്ടായത്. ദ്വിദിന സന്ദർശനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയിലേക്ക്. രാജ്യാന്തര സഹകരണ കൂട്ടായ്മയായ SCO ഉച്ചകോടിയിൽ പങ്കെടുക്കും. ഈ മാസം 30-ന് ജപ്പാനിലെ ഉച്ചകോടിയിൽ പങ്കെടുത്ത ശേഷമാകും മോദി 31-ന് ഷാങ്ഹായി ഉച്ചകോടിക്കായി എത്തുക.
2020 കിഴക്കൻ ലഡാക്കിലെ ഗാൽവാൻ സംഘർഷത്തിനു ശേഷം ഇതാദ്യമായാണ് മോദി ചൈന സന്ദർശനത്തിനൊരുങ്ങുന്നത്. 2 ദിവസത്തെ സന്ദർശനത്തിന് ചൈനയിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യാന്തര സഹകരണ കൂട്ടായ്മയായ ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിയിൽ പങ്കെടുക്കും. ഈ മാസം 31 സെപ്റ്റംബർ 1 തീയതികളിൽ ടിയാൻജിൻ സിറ്റിയിലാണ് ഉച്ചകോടി. പ്രാദേശിക സുരക്ഷ, ഭീകരവാദം, വ്യാപാരം തുടങ്ങിയ വിഷയങ്ങളാകും SSO ഉച്ചകോടിയിൽ ചർച്ചയാകുക. ഉച്ചകോടിക്കിടെ മോദി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായും അനൌദ്യോഗിക കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്നാണ് വിവരം. നേരത്തെ 2024 ഒക്ടോബറിൽ കസാനിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ മോദിയും ഷീ ജിൻപിങ്ങും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ചൈനയിലേക്കുള്ള ദ്വിദിന സന്ദർശനത്തിന് മുന്നോടിയായി ഓഗസ്റ്റ് 30 തീയതി മോദി ജപ്പാനും സന്ദർശിക്കും. ജാപ്പനീസ് പ്രധാനമന്ത്രി ഫ്യൂമിയോ കിഷിദയ്ക്കൊപ്പം ഇന്ത്യ ജപ്പാൻ ഉച്ചകോടിയിൽ പങ്കെടുക്കും. അവിടെ നിന്ന് ഷാങ്ഹായ് ഉച്ചകോടിക്കായി മോദി ചൈനയിലേക്ക് പോകുമെന്നാണ് അധികൃതർ നൽകുന്ന റിപ്പോർട്ട്. 2024 ഒക്ടോബറിൽ കസാനിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി മോദിയും ഷീ ജിൻപിങ്ങും കൂടിക്കാഴ്ച നടത്തിയത് ശ്രദ്ധേയമായിരുന്നു. തുടർന്ന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അതിർത്തി സംഘർഷങ്ങൾ കുറയ്ക്കാൻ ഈ കൂടിക്കാഴ്ച കാരണമായി. ന്യൂസ് ഡെസ്ക് അമൃത TV. റിപ്പോ നിരക്ക് മാറ്റമില്ലാതെ തുടരും. റിപ്പോ നിരക്ക് 5.5% തുടരുമെന്ന് RBI അറിയിച്ചു. റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്രയുടെ നേതൃത്വത്തിലുള്ള റിസർവ് ബാങ്കിന്റെ മോണിറ്ററി പോളിസി കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം. റിപ്പോ നിരക്കിൽ കഴിഞ്ഞ തവണ 0.5% കുറവ് വരുത്തിയ സാഹചര്യത്തിലാണ് ഇത്തവണ അതേ നടപടി നിലനിർത്താൻ MPC യോഗം തീരുമാനിച്ചത്. പണപ്പെരുപ്പം കുറയുന്ന സാഹചര്യമാണ് ഇപ്പോൾ വിപണിയിലുള്ളത്. സാമ്പത്തിക വളർച്ചയെ പിന്തുണയ്ക്കാൻ കേന്ദ്ര ബാങ്കിന് ഇത് കൂടുതൽ അവസരം നൽകുന്നതായും RBI ഗവർണർ വ്യക്തമാക്കി. ഉത്തരാഖണ്ഡിലെ മിന്നൽ പ്രളയത്തിൽ രക്ഷാപ്രവർത്തനം ദുഷ്കരമാകുന്നു. മോശം കാലാവസ്ഥയും കനത്ത മഴയും മണ്ണിടിച്ചിലും വെല്ലുവിളിയെന്ന് സൈന്യം അറിയിച്ചു. 100-ലേറെ പേരെയും 10 സൈനികരെയും കാണാതായെന്നാണ് സൂചന. പ്രളയത്തിൽ കാണാതായവരെക്കുറിച്ചുള്ള കൃത്യമായ കണക്കുകളില്ലെന്നാണ് വിവരം. സൈന്യവും ITBP, NDRF, SDRF സംഘങ്ങളും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുകയാണ്. ഇതുവരെ 130 പേരെ അപകട സ്ഥലത്തു നിന്നും വിവിധ സേനകൾ രക്ഷപ്പെടുത്തി. മണ്ണിനടിയിൽ കുടുങ്ങിയവർക്കായി തിരച്ചിൽ നടത്താൻ കെഡാവർ നായ്ക്കളെ ഡൽഹിയിൽ നിന്ന് എത്തിച്ചേക്കും. കൂടുതൽ സൈന്യം രക്ഷാദൌത്യത്തിനായി ധരലിയിലെത്തും. ഉത്തരാഖണ്ഡിൽ 3 ജില്ലകളിൽ റെഡ് അലർട്ടാണ് നിലവിൽ. ഹരിദ്വാർ ഡെറാഡൂൺ റെയിൽപാതയിൽ ഗതാഗതം മുടങ്ങി. പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും സ്ഥിതിഗതികൾ വിലയിരുത്തി. ആവശ്യമായ സഹായം പ്രധാനമന്ത്രി വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പ്രധാനമന്ത്രിയുമായി സംസാരിച്ച ശേഷം ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി ധരാലിയിലെത്തി സാഹചര്യങ്ങൾ വിലയിരുത്തി. വിവിധ വിഭാഗങ്ങളുമായി ചർച്ചയും നടത്തി. ഇതിന് പിന്നാലെ അദ്ദേഹം ദുരന്തബാധിത മേഖലകൾ സന്ദർശിച്ചു. അതേസമയം ഉത്തരാഖണ്ഡിലേത് മേഘവിസ്ഫോടനമല്ലെന്ന് റിപ്പോർട്ട്. ചൊവ്വാഴ്ചയുണ്ടായ മിന്നൽ പ്രളയത്തിന് കാരണം കൂറ്റൻ ഹിമാനിയോ ഹിമതടാകമോ തകർന്നതാണെന്നാണ് മെറ്റീരിയോളജിക്കൽ സാറ്റലൈറ്റ് ഡേറ്റകളുടെ വിവരമുദ്ധരിച്ച് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. അപകടമുണ്ടായ 24 മണിക്കൂർ സമയപരിധിയിൽ ഹർസിലിൽ 6.5 മില്ലിമീറ്ററും ഭട്വരിയിൽ 11 മില്ലിമീറ്ററും മാത്രമാണ് മഴ പെയ്തത്. ഇത് മേഘവിസ്ഫോടനമുണ്ടായാൽ പെയ്യുന്ന മഴയുടെ അളവിലും വളരെ കുറവാണെന്ന് ശാസ്ത്രജ്ഞർ വ്യക്തമാക്കുന്നു. ധരാലി ഗ്രാമത്തിന് മുകൾ ഭാഗത്തായി 2 ഹിമതടാകങ്ങളുടെ സാന്നിധ്യമുണ്ടെന്ന് സാറ്റലൈറ്റ് ചിത്രങ്ങളെ അടിസ്ഥാനമാക്കി കണ്ടെത്തലുണ്ട്. ധരാലി ഗ്രാമത്തിന്റെ പകുതിയിലേറെയും മിന്നൽ പ്രളയത്തിൽ ഒലിച്ചുപോയി. ഹോട്ടലുകളും ഹോം സ്റ്റേകളും വീടുകളുമടക്കം പ്രളയത്തിൽ തകർന്നു. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. തീർത്ഥാടനത്തിന് പോയ മലയാളി സംഘം ഉത്തരാഖണ്ഡിലെ മിന്നൽ പ്രളയത്തിൽ കുടുങ്ങി. കൊച്ചി സ്വദേശികളടങ്ങുന്ന 28 അംഗ സംഘമാണ് കുടുങ്ങിയത്. ഇവർ സുരക്ഷിതരാണെന്ന അറിയിപ്പ് ലഭിച്ചതായി കുടുംബാംഗങ്ങൾ പറഞ്ഞു. ചാർധാം തീർത്ഥാടനത്തിനായി പോയ മലയാളി സംഘമാണ് ഉത്തരാഖണ്ഡിലെ മിന്നൽ പ്രളയത്തിൽ കുടുങ്ങിയത്. തൃപ്പൂണിത്തുറ സ്വദേശികളായ നാരായണൻ നായർ, ഭാര്യ ശ്രീദേവി പിള്ള എന്നിവരടങ്ങുന്ന സംഘമാണ് കുടുങ്ങിയത്. ഇന്നലെ രാവിലെ 8:30 ഇവർ വീട്ടിലേക്ക് വിളിച്ചിരുന്നു. ഉത്തരകാശിയിൽ നിന്നും ഗംഗോത്രിയിലേക്ക് പോകുന്നതായി വിവരം അറിയിച്ചിരുന്നു. പിന്നീട് വരെ ബന്ധപ്പെടാൻ സാധിച്ചില്ലെന്ന് കുടുംബാംഗങ്ങൾ പറഞ്ഞു. ഉത്തരകാശിയിൽ നിന്ന് ഇന്നലെ രാവിലെ 8:30 അവിടുന്ന് നേരെ ഗംഗോത്രിയിലേക്ക് പുറപ്പെട്ടു. ഗംഗോത്രിയിൽ പോകുന്ന വഴിക്കാണ് അവർ വിളിച്ച് 8:30 കഴിഞ്ഞപ്പോഴാണ് ഏകദേശം 8:30 കഴിഞ്ഞപ്പോഴാണ് വീട്ടിൽ മക്കളുമായിട്ട് സംസാരിച്ചത്. അപ്പോൾ അവർ പറഞ്ഞത് പിന്നെ ഞങ്ങൾ ഗംഗോത്രിയിലേക്ക് പോവുകയാണ്, ഉച്ചയോടുകൂടി അവിടെ എത്തും എന്ന് പറഞ്ഞു. പക്ഷേ ഇതിനിടയിൽ അവർ ഇടയ്ക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ടോ എന്നറിയില്ല, കാണാനൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ടാവാം. മലയാളി സംഘം സുരക്ഷിതരാണെന്ന വിവരം ലഭിച്ചതായി കുടുംബാംഗങ്ങൾ വ്യക്തമാക്കി. സൈന്യവും അവിടുത്തെ മലയാളി സമാജം പ്രവർത്തകരുമാണ് ഇക്കാര്യം കുടുംബത്തെ അറിയിച്ചത്. അവർ സേഫാണ്, പക്ഷേ ബസ്സിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ആ ഏരിയയിലേക്ക് ആർക്കും പോകാനൊന്നും പറ്റത്തില്ല. കാര്യം എന്ന് വെച്ചാൽ എല്ലാവരും 55 വയസ്സ് കഴിഞ്ഞവരാണ് കൂടുതൽ ആളുകളും. തൃപ്പൂണിത്തുറ സ്വദേശികളടക്കം 28 മലയാളികളാണ് തീർത്ഥാടക സംഘത്തിലുണ്ടായിരുന്നത്.
ഇതിൽ 20 പേർ മുംബൈയിൽ സ്ഥിരതാമസക്കാരാണ്. തിരുവനന്തപുരം, കായംകുളം എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് ബാക്കിയുള്ളവരെന്നാണ് വിവരം. അമൃത ന്യൂസ്, കൊച്ചി. ഡിജിറ്റൽ സർവകലാശാലയിൽ VC നിയമനവുമായി ബന്ധപ്പെട്ട നിയമത്തിൽ ഭേദഗതി വരുത്താൻ സർക്കാർ തയ്യാറെടുക്കുന്നു. 2021 ഡിജിറ്റൽ സർവകലാശാല ആക്ടിൽ ഭേദഗതി ചെയ്യുന്നതിനുള്ള കരട് ഓർഡിനൻസിന് മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. താൽക്കാലിക VC ആയി ഗവർണർ നിയമിച്ചിട്ടുള്ള ഡോക്ടർ സിസ തോമസിനെ ഒഴിവാക്കാനാണ് തിടുക്കത്തിൽ ഓർഡിനൻസ് ഇറക്കുന്നതെന്ന ആക്ഷേപവും ഉയരുകയാണ്. ഡിജിറ്റൽ സർവകലാശാലയിലെ VC നിയമനവുമായി ബന്ധപ്പെട്ട് ഗവർണറുമായി നിയമപോരാട്ടം തുടരുമ്പോഴാണ് ആക്ടിൽ ഭേദഗതി വരുത്താൻ സർക്കാർ തയ്യാറെടുക്കുന്നത്. നിലവിൽ താൽക്കാലിക VC ആയി ഡോക്ടർ സിസ തോമസിനെയാണ് ഗവർണർ തുടരാൻ അനുവദിച്ചിരിക്കുന്നത്. എന്നാൽ സ്ഥിരം VCയെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട സുപ്രീംകോടതി വിധിയുടെ പശ്ചാത്തലം കൂടി കണക്കിലെടുത്താണ് സർവകലാശാല നിയമത്തിൽ ഭേദഗതി വരുത്താൻ ഒരുങ്ങുന്നത്. VC നിയമനത്തിലെ സെർച്ച് കമ്മിറ്റിയിലടക്കം ഭേദഗതിയുണ്ടാകും. നിലവിൽ 5 പേരടങ്ങുന്ന സെർച്ച് കമ്മിറ്റിയിൽ ചീഫ് സെക്രട്ടറിയാണ് കൺവീനർ. UGC വ്യവസ്ഥ അനുസരിച്ച് സർക്കാരുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ കൺവീനറാകാൻ പാടില്ല. ഇതൊക്കെ പരിഗണിച്ചാണ് ഭേദഗതി വരുത്തി ഓർഡിനൻസ് ഇറക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചത്. 2021 ഡിജിറ്റൽ സർവകലാശാല ആക്ടാണ് ഭേദഗതി ചെയ്യുന്നത്. 2018 UGC ചട്ടങ്ങൾക്കും സമീപകാലത്തുണ്ടായ കോടതി ഉത്തരവുകൾക്കും അനുസൃതമായി ഭേദഗതി ചെയ്യുന്നതിനുള്ള കരട് ഓർഡിനൻസാണ് മന്ത്രിസഭ അംഗീകരിച്ചത്. അതേസമയം ഡിജിറ്റൽ സർവകലാശാലയിൽ സുപ്രീംകോടതി വിധി പ്രകാരം 6 മാസത്തേക്ക് ഗവർണർ നിയമിച്ച ഡോക്ടർ സിസ തോമസ് സർക്കാരുമായി നിയമപോരാട്ടം നടത്തുന്ന ഉദ്യോഗസ്ഥയാണ്. സിസ തോമസിനെ ഒഴിവാക്കുക എന്ന ലക്ഷ്യം കൂടി അതിവേഗത്തിലുള്ള ഓർഡിനൻസിന് പിന്നിലുണ്ട്. എന്നാൽ ഗവർണർ ഓർഡിനൻസിൽ ഒപ്പിട്ടാൽ മാത്രമേ നിയമമാകുകയുള്ളൂ. ഇക്കാര്യത്തിൽ ഗവർണറുടെ നിലപാട് വീണ്ടും നിർണായകമാകുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ഇൻഷുറൻസ് പദ്ധതിയായ മെഡിസപ്പിന്റെ 2ാം ഘട്ടത്തിന് മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. ഇൻഷുറൻസ് പരിരക്ഷ 3 ലക്ഷത്തിൽ നിന്ന് 5 ലക്ഷമായി ഉയർത്തി. കാൽമുട്ട്, ഇടുപ്പെല്ല് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ പദ്ധതിയിൽ ഉൾപ്പെടുത്തും. പൊതുമേഖല, ബോർഡ്, കോർപ്പറേഷൻ സ്ഥാപനങ്ങളിലെ ESI ആനുകൂല്യമില്ലാത്ത ജീവനക്കാരെയും പദ്ധതിയുടെ കീഴിൽ ഉൾപ്പെടുത്തി. ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷാ പദ്ധതിയായ മെഡിസപ്പിന്റെ 1ാം ഘട്ടത്തിനെതിരെ നിരവധി പരാതികളാണ് ജീവനക്കാർ പലപ്പോഴായി ഉയർത്തിയിരുന്നത്. നിരവധി ആക്ഷേപങ്ങളും പോരായ്മകളും പദ്ധതിക്കെതിരെ വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ ആനുകൂല്യങ്ങൾ ഉൾപ്പെടുത്തി ആകർഷകമായ രീതിയിലാണ് മെഡിസപ്പിന്റെ 2ാം ഘട്ടത്തിന് അംഗീകാരം നൽകിയിരിക്കുന്നത്. ഇൻഷുറൻസ് പരിരക്ഷ 3 ലക്ഷത്തിൽ നിന്ന് 5 ലക്ഷമായി ഉയർത്തും. 41 സ്പെഷ്യാലിറ്റി ചികിത്സകൾക്കായി 2100-ലധികം ചികിത്സാ പ്രക്രിയകൾ അടിസ്ഥാന പാക്കേജിൽ ഉൾപ്പെടുത്തും. കാൽമുട്ട് മാറ്റിവെക്കൽ, ഇടുപ്പെല്ല് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ അടിസ്ഥാന പാക്കേജിൽ ഉൾപ്പെടുത്തും. 10 ഗുരുതര അവയവമാറ്റ രോഗ ചികിത്സാ പാക്കേജുകൾ ഉണ്ടാകും. വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ബോർഡുകൾ, കോർപ്പറേഷനുകൾ, സ്വയംഭരണ സ്ഥാപനങ്ങൾ, സഹകരണ മേഖല എന്നിവയിലെ ESI ഇല്ലാത്ത ജീവനക്കാരെയും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പോളിസി കാലയളവ് നിലവിലുള്ള 3 വർഷത്തിൽ നിന്ന് 2 വർഷമാക്കി. 2ാം വർഷം പ്രീമിയം നിരക്കിലും പാക്കേജ് നിരക്കിലും വർധനമുണ്ടാകും. റീഇംബേഴ്സ്മെന്റ് അനുവദിക്കുന്ന വ്യവസ്ഥയിൽ നിലവിലുള്ള 3 ചികിത്സകൾക്ക് പുറമെ 10 ചികിത്സകൾ കൂടി ഉൾപ്പെടുത്തി. പ്രീ ഹോസ്പിറ്റലൈസേഷൻ, പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ ചെലവുകൾ യഥാക്രമം 3-5 ദിവസങ്ങളിൽ ലഭ്യമാക്കും. കരാറിൽ നിന്ന് വ്യതിചലിക്കുന്ന ആശുപത്രികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ ഇൻഷുറൻസ് കമ്പനികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. അനധികൃതമായി സർവീസിൽ നിന്ന് വിട്ടുനിന്ന 51 ഡോക്ടർമാരെ പിരിച്ചുവിട്ടു. മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള ഡോക്ടർമാരെയാണ് സർവീസിൽ നിന്ന് നീക്കം ചെയ്യാൻ സർക്കാർ ഉത്തരവിട്ടത്. പലതവണ അവസരം നൽകിയിട്ടും സർവീസിൽ പ്രവേശിക്കുന്നതിന് താൽപര്യം പ്രകടിപ്പിക്കാത്തതിനാലാണ് കർശന നടപടിയെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. അനധികൃതമായി ജോലിക്ക് ഹാജരാകാത്ത ജീവനക്കാരെ കണ്ടെത്തി റിപ്പോർട്ട് നൽകുന്നതിനും അച്ചടക്ക നടപടി സ്വീകരിക്കുന്നതിനും ആരോഗ്യവകുപ്പിന് സർക്കാർ നിർദ്ദേശം നൽകിയിരുന്നു. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ കർശന നടപടിയുമായി ആരോഗ്യവകുപ്പ് തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. പലതവണ അവസരം നൽകിയിട്ടും സർവീസിൽ പ്രവേശിക്കാൻ താൽപര്യം പ്രകടിപ്പിക്കാത്തവരെയാണ് പിരിച്ചുവിടുന്നതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. ഇത്രയധികം നാളുകളായി ഡോക്ടർമാർ സർവീസിൽ നിന്നും വിട്ടുനിൽക്കുന്നത് വകുപ്പിന്റെ പ്രവർത്തനത്തെ ബാധിക്കും. കൂടാതെ ഇത്തരം ജീവനക്കാരെ സർവീസിൽ തുടരാൻ അനുവദിക്കുന്നത് സേവന തൽപരരായ അർഹരായ ഉദ്യോഗാർത്ഥികൾക്ക് അവസരം നഷ്ടപ്പെടുത്തുന്നതിന് ഇടയാക്കുകയും ചെയ്യും. ഈ വിലയിരുത്തലിനെ തുടർന്നാണ് കർശന നടപടി ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയാ പ്രതിസന്ധികൾ തുറന്നു പറഞ്ഞ യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് അവധിയിൽ തുടരുന്നു. കടുത്ത മാനസിക സംഘർഷത്തെ തുടർന്നാണ് ഡോക്ടർ അവധിയിൽ പ്രവേശിച്ചത്. യൂറോളജി വിഭാഗം മേധാവിയുടെ താൽക്കാലിക ചുമതല ഡോക്ടർ സാജുവിന് നൽകിക്കൊണ്ടാണ് ഡോക്ടർ ഹാരിസ് അവധിയിൽ പ്രവേശിച്ചത്. കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടി നൽകും മുമ്പ് വിദഗ്ധ സമിതി റിപ്പോർട്ടിന്റെ പകർപ്പ് അദ്ദേഹം ആവശ്യപ്പെട്ടേക്കും. വിദഗ്ധ സമിതിയുടെ കണ്ടെത്തലുകൾ എന്ന പേരിലാണ് ഡോക്ടർ ഹാരിസിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത്. എന്നാൽ ഡോക്ടർ വെളിപ്പെടുത്തിയ പ്രതിസന്ധികൾ ശരിവെക്കുന്നതാണ് വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട്.
സാമ്പത്തിക നേട്ടത്തിനു വേണ്ടി അശ്ലീല രംഗങ്ങളിൽ അഭിനയിച്ചെന്ന് ആരോപിച്ചുള്ള പരാതിയിൽ നടി ശ്വേതാ മേനോനെതിരെ കേസ്. എറണാകുളം സെൻട്രൽ പോലീസാണ് നടിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. മാർട്ടിൻ മെനാച്ചേരി എന്നയാളുടെ പരാതിയിൽ എറണാകുളം CJM കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി. ശ്വേതാ മേനോൻ 90കളിൽ അഭിനയിച്ചിട്ടുള്ള പരസ്യ ചിത്രങ്ങളും പിന്നാലെ പുറത്തിറങ്ങിയ സിനിമകളുമൊക്കെയാണ് ഇത്തരമൊരു ആരോപണത്തിന് അടിസ്ഥാനമായി പറയുന്നത്. അനാശാസ്യ നിരോധന നിയമപ്രകാരവും IT നിയമത്തിലെ 67A വകുപ്പ് പ്രകാരവുമാണ് കേസ്. വളരെ പഴക്കമുള്ള സംഭവങ്ങൾ മേൽ പരാതി ഉണ്ടായ സാഹചര്യം ഈ മാസം 15 നടക്കുന്ന താരസംഘടനയായ അമ്മയിലേക്കുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണെന്ന നിരീക്ഷണവുമുണ്ട്. ജഗദീഷ് പിന്മാറിയതോടെ ശ്വേതാ മേനോൻ സംഘടനയുടെ പ്രസിഡന്റാകാൻ സാധ്യത ഉയർന്നിരുന്നു. സെൻട്രൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു എന്ന് കരുതി ശ്വേതാ മേനോൻ കുറ്റവാളിയാണെന്ന് അർത്ഥമില്ലെന്നും ഇത് നിയമപരമായി ഒരു സാധാരണ നടപടിക്രമമാണെന്നും അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ പറഞ്ഞു. താരസംഘടനയുടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവർക്കെതിരെ കേസുണ്ടായാൽ മാറി നിൽക്കണമെന്ന പശ്ചാത്തലം ആരോപണത്തിന് പിന്നിലുണ്ടോ എന്ന് സംശയമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഈ AMMയുടെ ഇപ്പോഴത്തെ ഇതുമായി ബന്ധപ്പെട്ടായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ട് നമുക്ക് അതൊരു സ്ട്രാറ്റജി ആയിട്ട് വന്നതായിരിക്കുമല്ലോ ഇങ്ങനൊരു കേസ്. കാരണം കേസിലുള്ളവർ മാറി നിൽക്കണം എന്നുള്ളതാണ്. ഈ ഒരാൾക്കെതിരെ FIR ഇട്ടാൽ അതൊരിക്കലും ഒരു ക്രിമിനൽ കേസിൽ പ്രതിയാണെന്ന് പറയാൻ കഴിയില്ല. പ്രതിയാവുന്നത് അയാൾക്കെതിരെ ഒരു ചാർജ് കോടതിയിൽ കൊടുക്കുമ്പോഴാണ്. പ്രഥമ ദൃഷ്ട്യാ ഇതൊരു വളരെ ബിലേറ്റഡ് ആയിട്ടുള്ള അങ്ങേയറ്റം ലേറ്റായ ഒരു കംപ്ലൈൻ്റാണിത്. ഈ കംപ്ലൈൻറ്റിൻ്റെ ജെന്യൂനിറ്റിയിൽ തന്നെ സംശയം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. 67A ആണ് ചാർജ് ചെയ്തിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊന്നും നിലനിൽക്കാൻ പ്രഥമ ദൃഷ്ട്യാ തന്നെ സാധ്യത കുറവാണ്. ഇപ്പോൾ പോലീസിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റ് വന്നാൽ സാധാരണ രീതിയിൽ പോലീസ് ഇതെടുക്കാൻ സാധ്യതയില്ല. പക്ഷേ കോടതിയിലൂടെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും കോടതി അത് പരിശോധിച്ച് കേസെടുക്കണമെന്ന് പറഞ്ഞാൽ പോലീസ് അതിനകത്ത് FIR ഇടാനുള്ള ബാധ്യത പോലീസിനുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും ശ്രീജിത്ത് നായർ ചേരുന്നുണ്ട്. ശ്രീജിത്ത്, സൂചിപ്പിച്ച പോലെ തന്നെ ഈ ശ്വേതാ മേനോനെതിരെയുള്ള പരാതിയും കേസുമൊക്കെ ഉയർന്നു വന്ന പശ്ചാത്തലം ഏറെ ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു വിമർശനങ്ങളും ഒക്കെ ഉയർന്നു വരുന്നുണ്ട്. എന്തൊക്കെയാണ് അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ? ഈ താരസംഘടനയായ അമ്മയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഈ മാസം 15 നടക്കാനിരിക്കുകയാണ്. ഈ സിനിമാ സംഘടനകളുമായി യാതൊരു ബന്ധമില്ലാത്തതും എന്നാൽ ചിത്രത്തിൽ ഇല്ലാത്തതുമായ ചില ആരോപണങ്ങളുമായി ചില പരാതികളുമായി ഒരാൾ രംഗത്തെത്തുന്നത്. നേരത്തെ ഇയാൾ പരാതിയുമായി പോലീസിനെ സമീപിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ എറണാകുളം CJM കോടതി തന്നെ നേരിട്ട് നിർദ്ദേശ അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ അവരിൽ നിന്ന് കിട്ടിയത് കൊണ്ട് തന്നെ ഇപ്പോൾ പോലീസിന് കേസെടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നിരിക്കുകയാണ്. എന്തായാലും FIR രജിസ്റ്റർ ചെയ്തതുകൊണ്ട് തന്നെ ഇത് കുറ്റവാളിയാണെന്ന് തെളിയിക്കുന്ന ഒരു സാഹചര്യം നിലവിലില്ല. ചാർജ് ഷീറ്റിലേക്ക് കടന്നാൽ മാത്രമേ ഇത്തരം കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളൂ എന്ന് നിയമവിദഗ്ധർ തന്നെ ഇത് സൂചിപ്പിക്കുന്നുണ്ട്. പ്രധാനമായും അമ്മയുടെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ പശ്ചാത്തലത്തിൽ നമുക്കറിയാം ശ്വേതാ മേനോൻ രംഗത്തെത്തിയപ്പോൾ ജഗദീഷ് ഉൾപ്പെടെയുള്ളവർ പിന്മാറിയിരുന്നു. ഇപ്പോൾ ദേവൻ മാത്രമാണ് ഇപ്പോൾ നിലവിൽ സ്ഥാനാർത്ഥിയായി ഈ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഉള്ളത്. ആ ഘട്ടത്തിലാണ് വളരെ വർഷങ്ങൾക്ക് മുമ്പ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന ചില സംഭവങ്ങളുടെ പേരിൽ ഇപ്പോൾ അനാശാസ്യ നിയമത്തിൻ്റെ എതിരെ അനാശാസ്യമായി ബന്ധപ്പെട്ട നിയമത്തിലും IT ആക്ട് പ്രകാരമുള്ള നിയമത്തിൻ്റെ പേരിൽ ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ തന്നെ വളരെ അന്ന് ചർച്ച ചെയ്യപ്പെട്ട 98കളിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്ന ഗർഭനിരോധന കുറിയുടെ പരസ്യവുമായി ബന്ധപ്പെട്ട് ഒപ്പം കളിമണ്ണ് എന്ന ചിത്രത്തിൽ അഭിനയിച്ചത്, ഒപ്പം പാലേരി മാണിക്യം എന്ന സിനിമ, ഈ സിനിമകളെല്ലാം തന്നെ വലിയ രീതിയിൽ ജനശ്രദ്ധ നേടിയതാണ്. ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ആളുകളെ വഴിതെറ്റിക്കുന്നു അല്ലെങ്കിൽ അശ്ലീലം പ്രചരിപ്പിക്കുന്നു എന്നൊക്കെ ആരോപിച്ചാണ് നിലവിൽ കേസ് അല്ലെങ്കിൽ പരാതി നൽകിയിരിക്കുന്നത്. ഇതിൽ പണം സമ്പാദിച്ചു എന്നാണ് പരാതി. നിലവിൽ അമ്മയുമായി ഇതിനെ നേരിട്ട് ബന്ധപ്പെട്ടത് പരാതിക്കാരൻ പറയുന്നുണ്ടെങ്കിലും പ്രഥമ ദൃഷ്ട്യാ നമ്മൾ നിരീക്ഷിക്കുമ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ പരാതി ഉയർന്നതെന്ന് നമുക്ക് കാണാൻ കഴിയും. കാരണം ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഈ പരാതിക്കാരൻ പരാതി ഉന്നയിക്കുകയോ ഒരു നിരവധി ആളുകൾ ഈ ചിത്രങ്ങളെല്ലാം കണ്ടതാണ്. ആ ഘട്ടത്തിലൊന്നും തന്നെ ഇല്ലാത്തൊരു ആരോപണമാണ് ഇപ്പോൾ പൊട്ടിമുളച്ച് വന്നിരിക്കുന്നത്. എന്തായാലും അമ്മയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ പരാതിയുള്ളവർ അല്ലെങ്കിൽ കേസിൽപ്പെട്ടവർ പിന്മാറി നിൽക്കണമെന്നൊരു ഘട്ടം ഉണ്ടായിരുന്നു. ആ ഒരു തീരുമാനം ഉണ്ടായിരുന്നു. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബാബുലാൽ ഉൾപ്പെടെയുള്ളവർ പിന്മാറിയത്. ആ ഒരു കുടുക്ക് തന്നെ അല്ലെങ്കിൽ ആ ഒരു കുരുക്കിലേക്ക് ഈ ശ്വേതാ മേനോന്റെ സ്ഥാനാർത്ഥിത്വം കൂടി വലിച്ചിടാനുള്ള ശ്രമമായിട്ടാണ് ഇതിനെ വ്യാഖ്യാനിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഏത് വിധത്തിൽ ചർച്ചയാകുമെന്ന് നമുക്ക് കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. മാത്രമല്ല പൊതുസമൂഹത്തിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായി ഒരു ആകാംക്ഷയുള്ളത് നാളെ ഏതൊരു വ്യക്തിക്കും മറ്റൊരു വ്യക്തിയെ സംബന്ധിച്ച് ഇയാളുടെ വസ്ത്രധാരണത്തെ സംബന്ധിച്ചോ ഇയാളുടെ ഏതെങ്കിലും ചേഷ്ടകളെ സംബന്ധിച്ചോ അല്ലെങ്കിൽ അവർ പബ്ലിക് പ്ലാറ്റ്ഫോമുകളിൽ അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു കണ്ടന്റ് അവരുടെ ചിത്രങ്ങളെ സംബന്ധിച്ചൊക്കെ തന്നെ ഇത്തരമൊരു പരാതിക്കുള്ള സാധ്യതയും അത്തരത്തിൽ വേണമെങ്കിൽ പ്രതികാര നടപടികളോടുകൂടി തന്നെ ഒരു കേസ് എടുക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ കൂടി വേണ്ടതാണ് എന്നൊരു കാര്യവും നിരീക്ഷിക്കുന്നുണ്ട്. തീർച്ചയായും അല്ലെങ്കിൽ ഇത് തെറ്റായ രീതിയിൽ നിയമത്തെ ഉപയോഗിക്കുന്നതിന് തുല്യമായ ഒരു കാര്യമായി തന്നെ മാറും. എന്തായാലും ഈ കേസ് 15-ാം തീയതി വരെയുള്ള 15-ാം തീയതി തെരഞ്ഞെടുപ്പാണ് ഈ കേസുമായി ബന്ധപ്പെട്ട ഉപോത്പന്നമായ ഒരു ഘടകമെന്ന് തന്നെയാണ് പൊതുവെ നിരീക്ഷിക്കപ്പെടുന്നത്. അമ്പിളി.
ശരി, നടി ശ്വേതാ മേനോനെതിരെ കേസ്. താരസംഘടനയായ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു കേസ് ഉയർന്നു വന്നത് എന്നുള്ളൊരു പശ്ചാത്തലം കൂടി ശ്രദ്ധേയമാണ്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ശ്രീജിത്ത് നായർ. മറ്റു വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. ഇനി ടോപ്പ് 10 സ്പെഷ്യലിലേക്കാണ്. പെരുമഴ പെയ്തിട്ടും കുടിവെള്ളമില്ലാതെ വലയുകയാണ് കൊച്ചി താന്തോണിത്തുരുത്തിലെ കുടുംബങ്ങൾ. വെള്ളക്കെട്ടും യാത്രാ പ്രശ്നങ്ങളും നിലനിൽക്കുന്നതിന് പുറമെയാണ് ഇപ്പോൾ കുടിവെള്ള പ്രശ്നവും. ജലവിതരണ പൈപ്പിലെ കേടുപാടുകളാണ് വെള്ളം കുടിമുട്ടാൻ കാരണം. മഴക്കാലത്തും കുടിക്കാൻ വെള്ളമില്ലാതെ വാട്ടർ അതോറിറ്റിയുടെ ഓഫീസിൽ കയറി ഇറങ്ങേണ്ട ഗതികേടിലാണ് കൊച്ചി താന്തോണിത്തുരുത്ത് നിവാസികൾ. തമ്മനം പമ്പ് ഹൗസിൽ നിന്നാണ് താന്തോണിത്തുരുത്തിലേക്ക് വെള്ളമെത്തുന്നത്. എന്നാൽ കുറച്ചു മാസങ്ങളായി ഇവിടുത്തുകാർക്ക് കുടിവെള്ളം കിട്ടുന്നില്ല. ജലവിതരണ പൈപ്പിലെ കേടുപാടാണ് പ്രശ്നമെന്ന് തുരുത്ത് നിവാസികൾ പറയുന്നു. വാട്ടർ അതോറിറ്റിയുടെ പരിശോധന പലത് കഴിഞ്ഞെങ്കിലും പ്രശ്നത്തിന് പരിഹാരമില്ല. ഒടുവിൽ സഹികെട്ട് നാട്ടുകാർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിൽ കൂട്ടമായി എത്തി. വീട്ടമ്മമാർ ഉൾപ്പെടെയാണ് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയത്. നിലവിലെ പരിശോധനകൾ ശരിയല്ലെന്നും പ്രശ്നം കണ്ടെത്താൻ പ്രാപ്തരായ ആളുകൾ വാട്ടർ അതോറിറ്റിയിൽ ഇല്ലെന്നുമാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. എന്ന് ലൈനിൽ കൂടി വെള്ളം തന്നെ അന്ന് വരും വെള്ളം കിട്ടണമെന്നുള്ള ഒരു ഇതാണ് ഞങ്ങളുടെ ഇവിടെ സംസാരിച്ചത്. അപ്പോൾ അവർ ഇന്നത്തേക്ക് വെള്ളം ഇവർ തരാം, ബാക്കി ദിവസം കൗൺസിലർ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥ കാരണം എന്താണെന്ന് ഇവർക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ ഞങ്ങൾ നാട്ടുകാരെന്നുള്ള വിധത്തിൽ നമുക്ക് പറയാനുള്ളത് ഇപ്പോഴുള്ള പണിക്കാർക്ക് അതിനുള്ള കഴിവില്ലാത്തതുകൊണ്ടാണ്. മുമ്പുണ്ടായ ലൈൻമാന് എവിടെയൊക്കെ ലൈൻ പോയിട്ടുണ്ട് എന്നൊക്കെ അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റുമായിരുന്നു. ഒരു നിസ്സാര വീടുകളിൽ മാത്രം കിട്ടുന്നുള്ളത്, എന്നാൽ കൂടുതൽ ജനവാസമുള്ള ഏരിയയിലേക്ക് വെള്ളം കിട്ടുന്നില്ല. നാട്ടുകാരുടെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് ആദ്യ ദിവസം വാട്ടർ അതോറിറ്റിയും മറ്റ് ദിവസങ്ങളിൽ കൗൺസിലറും ടാങ്കറിൽ വെള്ളം എത്തിച്ച് നൽകാമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഒപ്പം അറ്റകുറ്റപ്പണികൾ എത്രയും വേഗത്തിൽ പൂർത്തിയാക്കാം എന്ന ഉറപ്പും ലഭിച്ചു. ഇതോടെയാണ് നാട്ടുകാർ പിരിഞ്ഞു പോകാൻ തയ്യാറായത്. അതേസമയം അറ്റകുറ്റപ്പണികൾ വേഗത്തിൽ പൂർത്തിയായില്ലെങ്കിൽ ശക്തമായ സമരത്തിലേക്ക് കടക്കാനാണ് തുരുത്തുകാരുടെ തീരുമാനം. അമൃത ന്യൂസ്, കൊച്ചി. ഗതാഗതത്തിനായി റോഡോ പാലമോ ഒന്നുമില്ലാത്തവരാണ് തുരുത്തുകാർ. വഞ്ചികളിൽ പാത്രങ്ങളുമായി മറുകരയ്ക്കെത്തിയാണ് ഇവിടെയുള്ളവർ കുടിവെള്ളം കൊണ്ടുവരുന്നത്. 4 മാസം വെള്ളമില്ലാതായിട്ട് കട്ടൻ ചായ തിളപ്പിച്ച് കുടിക്കാൻ നിർത്തിയില്ല. ചില സമയത്ത് വിഷമിക്കുന്നുണ്ട്, വെള്ളം കുടിക്കാൻ കിട്ടാൻ നിർത്തിയില്ല. അക്കരെ ഏതെങ്കിലും വീട്ടിൽ നിന്ന് എത്തിച്ചാൽ വെള്ളം എടുത്തുകൊണ്ട് വന്നാണ് കഞ്ഞി വെക്കണത്. വഞ്ചിക്ക് പോകണം. ഞങ്ങളൊരു തുരുത്തിലാണ്, 4 വർഷവും വെള്ളമാണ്. അത് തെക്കേ അറ്റത്ത് താന്തോണിത്തുരുത്തിൻ്റെ തെക്കേ അറ്റത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. തീരെ സഹി ഇട്ടിട്ടാണ് ഞങ്ങൾ ഇന്നിപ്പോൾ എല്ലാവരും കൂടി ഇവിടെ വന്നേക്കണത്. ഞങ്ങളുടെ മക്കൾക്ക് പഠിക്കാൻ പോകാനാ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് തന്നെ ജോലിക്ക് പോകാൻ. ഇപ്പം ഞാനൊക്കെ 7 മണിക്ക് വീട്ടിൽ നിന്ന് പോകുന്ന ആൾക്കാരാണ്. എങ്ങനെ പോകും ഞങ്ങൾ? ഇതിപ്പോൾ ഒരു 6 മാസമായിട്ടാണ്. അതിന് മുമ്പൊക്കെ കുറച്ചെങ്കിലും വരുമായിരുന്നു, ഇപ്പം തീരെ വന്നില്ല. ഇപ്പോൾ വടക്ക് സൈഡിൽ 1-2 പൈപ്പിൽ വെള്ളം വരുന്നുണ്ട്. അപ്പോൾ അവിടെ ഞങ്ങൾ വഞ്ചിക്ക് പോയിട്ടാണ് വെള്ളം എടുത്തുകൊണ്ട് വരുന്നത്. പോഞ്ഞിക്കര പോകണം, ഇന്നലെ പച്ചാളത്ത് പോകണം. ഈ കാറ്റും മഴയത്തൊക്കെ ഞങ്ങൾക്ക് ആണുങ്ങളൊക്കെ പണിക്ക് പോകും, ഞങ്ങളും പണിക്ക് പോകണതാണ്. അന്ത്യമാകുമ്പോൾ വന്നും കൊണ്ടാണ് ഞങ്ങൾ വെള്ളം കൊണ്ടുവരാനൊക്കെ. ഞാൻ 8-8:30 ബോട്ടിന് വേണ്ടെങ്കിൽ സന്ധ്യയാകുമ്പോൾ വീട്ടിൽ വന്നത്. വീട്ടിൽ വേറെ ആരുമില്ല. ഞാൻ വന്നിട്ട് വേണം വെള്ളം എടുത്തിട്ട് വേണം എനിക്ക് അരി വെക്കണമെങ്കിൽ. ഇത് പിന്നെ തുടങ്ങിയതല്ലേ, എത്ര നാളെ ഇവരോട് പറഞ്ഞു. ഇവരൊന്നും അത് കേൾക്കണമില്ല, ഒന്നുമില്ല. ഞങ്ങൾക്കാണെങ്കിൽ ആ വെള്ളം അല്ലാതെ വേറെ വെള്ളമില്ല, വേറെ ഉപ്പ് വെള്ളമുള്ളൂ. ഞാൻ ഈ എനിക്ക് വഞ്ചി വലിക്കാനും അറിയാൻ പാടില്ല. എൻ്റെ ഹസ്ബൻഡ് വന്നിട്ട് വേണം വെള്ളം എടുത്ത് അക്കരയിൽ നിന്ന് വന്നിട്ട് വേണമെങ്കിൽ കഞ്ഞി വെക്കണമെങ്കിൽ. ആ അവസ്ഥ എങ്ങനെയെങ്കിലും ഒഴിവാക്കി തന്നെ. വഞ്ചിക്ക ചേട്ടൻ വെള്ളം കൊണ്ടുവരാൻ പോണത്, എല്ലാ പാത്രമൊക്കെ അതിലെടുത്ത് വെച്ചിട്ടാണ് പോണത്. അപ്പോൾ അരി വെക്കാനുള്ള വെള്ളമൊക്കെ ഞങ്ങൾ പുറത്തുനിന്ന് കൊണ്ടുവരും, അല്ലാത്തത് ഞങ്ങൾ പുഴയിലാണ് എല്ലാം ചെയ്യണത്. ഈ വഞ്ചിക്ക് മഴയത്തൊക്കെ പോകുന്നതാണ് പ്രശ്നങ്ങൾ. നമ്മൾ അലക്കാനും കുളിക്കാനും പാചകത്തിനൊക്കെ ഈ ഒരു വെള്ളം മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. കാരണം ചുറ്റും വെള്ളം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഉപ്പ് വെള്ളമാണ്. അറിയാമല്ലോ, പുഴയിലെ മാലിന്യങ്ങളെല്ലാം. നമുക്ക് അതിൻ്റേതായ ശാരീരിക ബുദ്ധിമുട്ട് അതൊക്കെ വരുന്നുണ്ട്. ഞങ്ങൾ കൊച്ചിൻ കോർപ്പറേഷൻ്റെ 74-ാം ഡിവിഷനിൽപ്പെട്ട ഒരു കൊച്ചു ദ്വീപാണ് താന്തോണിത്തുരുത്ത്. എന്താണ് ഇതിൻ്റെ പുറകിലുള്ള കഥയെന്ന് ഞങ്ങൾക്ക് ഇന്നും അറിയില്ല. ശരിക്കും ഞങ്ങൾ 65 കുടുംബങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. പക്ഷെ ഇപ്പോൾ അറിയാമല്ലോ, ഇപ്പോഴത്തെ പുഴയിലെ മാലിന്യങ്ങളെന്ന് പറഞ്ഞ് ഒരാൾ കാല് പോലും കഴുകാൻ ഇറക്കും. എന്നിട്ട് പോലും ഞങ്ങളുടെ ഉപജീവനം മുഴുവനും ഞങ്ങൾ നടത്തുന്നത് ആ പുഴയിലാണ്. ഈ റിപ്പോർട്ടിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്നും AT അശ്വതി ചേരുന്നുണ്ട്. അശ്വതി, പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാമെന്നാണ് വാട്ടർ അതോറിറ്റി വാക്കുകൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ടാങ്കറിൽ വെള്ളം എത്തിക്കാമെന്ന കൗൺസിലറുടെ ഉറപ്പുണ്ട്. ഈ ഉറപ്പൊക്കെ പാലിക്കപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ പാലിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം.
കൊച്ചി നഗരത്തിന്റെ ഹൃദയഭാഗത്തുള്ളതാണ് താന്തോണിത്തുരുത്ത്. അവിടെ പലവിധ പ്രശ്നങ്ങൾ എപ്പോഴും അലട്ടാറുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് അവിടെ വെള്ളക്കെട്ട് തന്നെയാണ്. പക്ഷേ കുറച്ച് മാസങ്ങളായിട്ട്, ഒരു 6 മാസത്തോളമായിട്ട് അവിടുത്തെ ജനങ്ങളുടെ മറ്റൊരു പ്രശ്നം കുടിവെള്ളം എത്തുന്നില്ല എന്നതാണ്. അതിലെന്താണ് ഇതിലുള്ള പ്രശ്നം എന്ന് കണ്ടെത്താനായിട്ട്, എന്തുകൊണ്ടാണ് കുടിവെള്ളം അവിടേക്ക് എത്താത്തത് എന്ന് കണ്ടെത്താനായിട്ട് ഇതുവരെ വാട്ടർ അതോറിറ്റിക്ക് സാധിച്ചിട്ടില്ല. അത് എത്രയും വേഗം കണ്ടെത്തി പ്രശ്നം പരിഹരിച്ച് ജലവിതരണം പുനഃസ്ഥാപിക്കണം എന്നതാണ് നാട്ടുകാരുടെ ആവശ്യം. പലപ്പോഴും പരാതികളുമായി മുന്നോട്ട് വന്നു, പക്ഷേ അതിലൊന്നും ഫലം കാണാത്തതിനാൽ കഴിഞ്ഞ ദിവസം നാട്ടുകാരെല്ലാവരും വാട്ടർ അതോറിറ്റിയിൽ എത്തി വലിയ പ്രതിഷേധം രേഖപ്പെടുത്തുകയായിരുന്നു. എന്തായാലും പ്രതിഷേധം നിലവിൽ താൽക്കാലികമായി ഫലം കണ്ടിട്ടുണ്ട്. എത്രയും വേഗം ഇത് പ്രശ്നം പരിഹരിക്കാമെന്നാണ് വാട്ടർ അതോറിറ്റി വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരു ദിവസത്തേക്ക് വാട്ടർ അതോറിറ്റി ടാങ്കറിൽ വെള്ളമടിക്കും. മറ്റുള്ള ദിവസങ്ങളിൽ കൗൺസിലർ കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്ന് അവിടേക്ക് ടാങ്കറിൽ വെള്ളം എത്തിച്ചു നൽകാമെന്നതാണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന ഉറപ്പ്. പക്ഷേ ഈ ഉറപ്പ് പാലിച്ചില്ല എങ്കിൽ കൂടുതൽ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇവിടെ ദ്വീപ് നിവാസികളുടെ തീരുമാനം. ഏകദേശം 40-ലധികം കുടുംബങ്ങൾക്കാണ് ഇവിടെ വെള്ളം ലഭ്യമാകാതെ ഇരിക്കുന്നത്. അവിടെ പൈപ്പ് ഓരോ വീട്ടിലേക്കും വാട്ടർ കണക്ഷനുകളുണ്ട്, പക്ഷേ അതിലൊന്നും തന്നെ വെള്ളം എത്തുന്നില്ല. പലരും ഈ വഞ്ചിയിൽ പുറത്തുപോയി വെള്ളം കൊണ്ടുവരുന്ന ഒരു സ്ഥിതിയിലാണ് ഇപ്പോഴുള്ളത്. ഈ മഴക്കാലത്തും കുടിവെള്ളമില്ലാതെ വലയുകയാണ് കൊച്ചി താന്തോണിത്തുരുത്തിലെ കുടുംബങ്ങൾ. വെള്ളക്കെട്ടും യാത്രാ പ്രശ്നങ്ങളും ഒക്കെ നിലനിൽക്കുമ്പോഴും കുടിവെള്ള പ്രശ്നവും ഇവിടെ രൂക്ഷമാണ്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഈ റിപ്പോർട്ടിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു AT അശ്വതി. സിനിമാ കോൺക്ലേവിലെ വേദിയിൽ നടത്തിയ പരാമർശത്തിൽ അടൂർ ഗോപാലകൃഷ്ണനെതിരെ കേസെടുക്കില്ല. കേസെടുക്കേണ്ട സാഹചര്യമില്ല എന്ന് പോലീസിന് നിയമോപദേശം ലഭിച്ചു. സാമൂഹ്യ പ്രവർത്തകനായ ദിനു വെയിലാണ് പരാതി നൽകിയിരുന്നത്. സിനിമാ കോൺക്ലേവിന്റെ സമാപന ദിനത്തിലെ വേദിയിൽ ചലച്ചിത്രകാരൻ അടൂർ ഗോപാലകൃഷ്ണൻ നടത്തിയ പരാമർശമാണ് വിവാദമായത്. പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്കും സ്ത്രീകൾക്കും സിനിമ സംവിധാനം ചെയ്യാൻ സർക്കാർ ഗ്രാന്റ് നൽകുമ്പോൾ ഇവർക്ക് 3 മാസമെങ്കിലും പരിശീലനം നൽകണമെന്നും പലരും കൃത്യമായ ധാരണയില്ലാതെയാണ് സിനിമ എടുക്കുന്നതെന്നുമായിരുന്നു അടൂർ ഗോപാലകൃഷ്ണൻ പ്രസ്താവന നടത്തിയത്. ഇതിനെതിരെ വേദിയിൽ നിന്ന് തന്നെ പ്രതിഷേധമുയർന്നിരുന്നു. പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരെ പൊതുവേദിയിൽ അവഹേളിക്കുകയും കുറ്റവാളികളായി ചിത്രീകരിക്കുകയും ചെയ്തു എന്ന് കാട്ടി സാമൂഹ്യ പ്രവർത്തകനായ ദിനു വെയിലാണ് പരാതി നൽകിയത്. അടൂർ ഗോപാലകൃഷ്ണനെതിരെ SC/ST ആക്ട് പ്രകാരം കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് മ്യൂസിയം പോലീസിലായിരുന്നു പരാതി. ഇമെയിലായി ലഭിച്ച പരാതിയിൽ പോലീസ് നിയമോപദേശം തേടിയിരുന്നു. എന്നാൽ SC/ST ആക്ട് പ്രകാരം കേസെടുക്കേണ്ട സാഹചര്യം പ്രഥമദൃഷ്ട്യാ ഇല്ല എന്നാണ് പോലീസിന് നിയമോപദേശം ലഭിച്ചത്. അതുകൊണ്ട് തന്നെ കേസ് നിലനിൽക്കില്ല. അതിനാൽ അടൂർ ഗോപാലകൃഷ്ണനെതിരായ പരാതിയിൽ കേസെടുക്കേണ്ടതില്ല എന്ന നിലപാടിലാണ് പോലീസ്. അതേസമയം അടൂരിനെതിരെ സ്ത്രീകളുടെ സംഘടനകളടക്കം പ്രതിഷേധവുമായി രംഗത്തുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ ഭവന നിർമ്മാണത്തിനായി വാങ്ങിയ ഭൂമി തോട്ടം ഭൂമി അല്ലെന്ന മുസ്ലിം ലീഗിന്റെ അവകാശവാദം പൊളിഞ്ഞു. വിൽപ്പന നടത്തിയത് തോട്ടം ഭൂമിയാണെന്ന് വ്യക്തമാക്കി ഭൂവുടമകൾ ലാൻഡ് ബോർഡിന് മുമ്പാകെ മറുപടി നൽകി. ഭൂമി മാറ്റിയത് ലീഗ് നേതൃത്വമെന്നും ഭൂവുടമകൾ 22ാമത് ലാൻഡ് ബോർഡ് ചെയർമാന്റെ നേതൃത്വത്തിൽ യോഗം ചേരും. ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനായി മുസ്ലിം ലീഗ് തൃക്കേപ്പറ്റയിൽ വില കൊടുത്തു വാങ്ങിയ ഭൂമി തോട്ടഭൂമിയാണെന്ന ആരോപണത്തിന് പിന്നാലെ രേഖകൾ ലാൻഡ് ബോർഡിൽ സമർപ്പിക്കുമെന്ന് ലീഗ് നേതാക്കൾ വ്യക്തമാക്കിയിരുന്നു. ഇതിനിടെയാണ് ലാൻഡ് ബോർഡ് മുമ്പാകെ വിൽപ്പന നടത്തിയത് തോട്ടഭൂമിയാണെന്ന് സംബന്ധിച്ച് മറുപടി നൽകിയത്. തോട്ടം വാങ്ങിയ ശേഷം ലീഗ് നേതൃത്വമാണ് കാപ്പിച്ചെടികൾ പിഴുത് തരംമാറ്റാൻ ശ്രമിച്ചതെന്നും ഉടമകൾ മൊഴി നൽകി. ലീഗിലെ ഉന്നത നേതാവിന്റെ ബന്ധുവും ഭവന നിർമ്മാണ സമിതി അംഗവുമായ അഭിഭാഷകൻ ഉൾപ്പെടെ 5 പേരിൽ നിന്നാണ് ലീഗ് ഭൂമി വാങ്ങിയത്. ഇദ്ദേഹം തന്നെയാണ് നിർമ്മാണ സമിതിക്ക് നിയമോപദേശവും നൽകിയത്. ലാൻഡ് ബോർഡ് ഹിയറിംഗിൽ രേഖകൾ ഹാജരാക്കി നിർമ്മാണം അതിവേഗം തുടങ്ങുമെന്നായിരുന്നു ലീഗിന്റെ വിശദീകരണം. തൃക്കേപ്പറ്റ വില്ലേജിലെ ലാൻഡ് ബോർഡ് കേസുകളിൽ ഉൾപ്പെട്ടതാണെന്നാണ് വില്ലേജ് ഓഫീസർ നൽകിയ റിപ്പോർട്ട്. 11.21 ഏക്കറിൽ 1 ഏക്കർ ഒഴികെ തോട്ടഭൂമിയാണെന്നാണ് റിപ്പോർട്ട്. ഭൂമി നിർമ്മാണയോഗ്യമെന്ന് തെളിയിക്കാനുള്ള ഒരു രേഖയും ഹിയറിംഗിൽ ഹാജരാക്കാനും ഭൂ ഉടമകൾക്ക് സാധിച്ചില്ല. ലാൻഡ് ബോർഡ് ചെയർമാന്റെ നേതൃത്വത്തിൽ 28-ന് വീണ്ടും ഹിയറിംഗ് നടത്തും. അമൃത ന്യൂസ്, വയനാട്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കായി കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിലെ ടൗൺഷിപ്പ് ഭൂമിയിൽ പണിത മാതൃകാ വീടിന്റെ നിർമ്മാണ ചെലവിനെ ചൊല്ലി രാഷ്ട്രീയ വിവാദം. മാതൃകാ വീടിന് 30 ലക്ഷം രൂപയാണ് സർക്കാർ കണക്കാക്കിയിരുന്നത്. എന്നാൽ നിലവിൽ നിർമ്മാണം പൂർത്തിയാക്കിയ വീടിന്റെ വലിപ്പവും സൗകര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ ഇത്രയധികം തുക ഒരിക്കലും ചെലവഴിക്കേണ്ടി വരില്ലെന്നാണ് പ്രതിപക്ഷ സംഘടനകളുടെയും ദുരന്തബാധിതരുടെ കൂട്ടായ്മയായ ജനശബ്ദം ആക്ഷൻ കൗൺസിലിന്റെയും നിലപാട്. മാതൃകാ വീടിന് തുല്യമായോ അതിനേക്കാളേറെ സൗകര്യങ്ങളോടെയോ സന്നദ്ധ സംഘടനകൾ നിർമ്മിച്ചു നൽകിയ വീടുകൾക്ക്
പരമാവധി 20 മുതൽ 25 ലക്ഷം രൂപയെ ചെലവായിട്ടുള്ളൂവെന്ന് ചൂണ്ടിക്കാണിക്കുന്നവരുണ്ട്. അത്യാവശ്യം സൗകര്യങ്ങളോടുകൂടിയ വീടിന് പരമാവധി 1800 രൂപയാണ് ഒരു ചതുരശ്ര അടിക്ക് ചിലവ്. എന്നാൽ 30 ലക്ഷം രൂപ ചെലവഴിച്ചിട്ടും മേൽക്കൂരയിൽ നിന്ന് മഴവെള്ളം നേരെ ചുമരുകളിലേക്ക് വീഴുന്ന തരത്തിലാണ് നിർമ്മാണ രീതി എന്നാണ് ഉയരുന്ന ആരോപണങ്ങളിലൊന്ന്. അതുപോലെ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് കുറച്ചുകൂടി അതിൻ്റെ രൂപകൽപ്പനയൊക്കെ മാറ്റിക്കൊണ്ട് അതിൻ്റെ അടിത്തറ ഞങ്ങൾ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ അടിത്തറ നന്നായി ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിന് ഉപയോഗിച്ച മെറ്റീരിയലിൻ്റെ ഗുണം കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആകണം. അതുപോലെ മുൻവശത്ത് അതിൻ്റെ എലിവേഷനിലുള്ള മാറ്റം വരുത്തണം. കാരണം ഒരു കുടിലാണെങ്കിലും സന്തോഷമാണ്, പക്ഷേ ഇവിടെ ഒരു കുടില് കെട്ടാനല്ല, കൃത്യമായിട്ട് നല്ല മനോഹരമായിട്ടുള്ള ഒരു നിർമ്മിതിക്കുള്ള പണം ഉണ്ട്. ആ പണം കൃത്യമായിട്ട് ഉപയോഗിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ജനശബ്ദ ആക്ഷൻ കൗൺസിലിൽ ഇക്കാര്യത്തിൽ പറയാനുള്ളത്. 2ാം നിലയിലേക്ക് വീടിനുള്ളിൽ നിന്ന് ചവിട്ടുപടി വേണമെന്ന ആവശ്യം പരിഗണിച്ചില്ല. എന്നാൽ പണി പൂർത്തിയായ ദിവസം മന്ത്രി കെ രാജനൊപ്പം എത്തിയ ദുരന്തബാധിതർ മാതൃകാ വീടിന്റെ നിർമ്മാണ രീതിയിലും സൗകര്യങ്ങളിലും സംതൃപ്തി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. എന്നാൽ വിവാദങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിൽ മറ്റു വീടുകളുടെ നിർമ്മാണ രീതി മാറ്റണമെന്ന ആവശ്യം ഉയർത്തുകയാണ് ദുരന്തബാധിതരുടെ കൂട്ടായ്മ. അമൃത ന്യൂസ്, വയനാട്. ISL പ്രതിസന്ധിക്ക് പിന്നാലെ കേരള ബ്ലാസ്റ്റേഴ്സിലും സാലറി കട്ട്. സിഒയ്ക്കും സ്പോർട്ടിംഗ് ഡയറക്ടർക്കും ഒപ്പം ടീം സ്റ്റാഫിലെ എല്ലാവരുടെയും ശമ്പളം വെട്ടിക്കുറച്ചു. 30 മുതൽ 50% വരെ ശമ്പളം കുറച്ചിട്ടുണ്ട്. താഴെത്തട്ടിലുള്ള ജീവനക്കാരുടെ ശമ്പളം തൽക്കാലം കുറയ്ക്കില്ലെന്നും ക്ലബ്ബ് വൃത്തങ്ങൾ സൂചിപ്പിച്ചു. കളിക്കാരുമായി ശമ്പളം സംബന്ധിച്ച് ചർച്ചകളിലേക്ക് കടക്കാനും തീരുമാനമായി. ബംഗളൂരു FC, ഒഡീഷ FC ക്ലബ്ബുകൾ നേരത്തെ ശമ്പളം പൂർണ്ണമായി നിർത്തിവെക്കാൻ തീരുമാനിച്ചിരുന്നു. ബ്ലാസ്റ്റേഴ്സ് അടക്കം 8 ക്ലബ്ബുകളുമായി അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ നാളെ ചർച്ച നടത്തുന്നുണ്ട്. AIFF തർക്കത്തിൽ സുപ്രീം കോടതി ഉത്തരവ് വൈകുന്നതിനാൽ നാളത്തെ യോഗം കൊണ്ട് മാത്രം പ്രശ്നപരിഹാരം ഉണ്ടാകില്ലെന്ന് ഉറപ്പാണ്.